യുവതിയും മകനും താമസിക്കുന്ന വീട്ടിൽ മദ്യപിച്ചെത്തി CPIM ബ്രാഞ്ച് സെക്രട്ടറി അസഭ്യം വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി. തിരുവനന്തപുരം കഴക്കൂട്ടം പുല്ലാട്ടുകരി CPIM ബ്രാഞ്ച് സെക്രട്ടറി അരുൺകുമാറിനെയും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പോയതിന്റെ വൈരത്തിൽ പരാതി നൽകിയെന്നാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വിശദീകരണം. കഴക്കൂട്ടം പുല്ലാട്ടുകരി CPIM ബ്രാഞ്ച് സെക്രട്ടറി അരുൺകുമാറിനെയും കണ്ടാലറിയാവുന്ന ഒരാൾക്കുമെതിരെയാണ് പുല്ലാട്ടുകരി സ്വദേശി ബിന്ദു കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ 18-ന് രാത്രി തെറി വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി യുവതി പരാതിയിൽ പറയുന്നു. പിന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച യുവതി പോലീസിന്റെ സഹായം തേടി. ഉടൻ പോലീസ് എത്തിയെങ്കിലും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളിനെ പിടികൂടാൻ കഴിയില്ലെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് യുവതി പറഞ്ഞു. കമ്മീഷണർ ഓഫീസിൽ പോയി അവിടെ നിന്ന് 21-ാം തീയതി പരാതി കൊടുത്തു. ഇതുവരെ റെസ്പോണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ മോന്റെ മാനസികമായ പീഡനമാണ് അവന് അനുഭവിച്ചേക്കുന്നത്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞെട്ടി ഉണയാണ്. ഈ ബാലാവകാശ കമ്മീഷനിലും കേസ് കൊടുത്തു. തന്റെ വീട്ടിൽ കയറി അക്രമം കാണിച്ച 2 പേർക്കെതിരെ കേസെടുക്കണമെന്ന് യുവതി ആവശ്യപ്പെട്ടുവെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതായി യുവതി ആരോപിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇനി അക്രമം ഉണ്ടാകില്ല എന്ന് എഴുതി നൽകിയ ശേഷവും വീണ്ടും തന്റെ ജോലിക്കാരെയും തന്നെയും ഭീഷണിപ്പെടുത്തിയതായി യുവതി പറയുന്നു. തുടർന്ന് യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്കും വനിതാ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നതിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങളോടെയായിരുന്നു പരാതി. എന്നാൽ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് കുടുംബ പ്രശ്നം സംസാരിക്കാൻ പോയതാണെന്നും പോലീസിൽ വെച്ച് ഒത്തുതീർപ്പായതാണെന്നും പിന്നീട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് അരുൺകുമാറിന്റെ വിശദീകരണം. ഇപ്പോൾ പരാതി കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല എന്നും അരുൺകുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.